ഹലോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇസുവിന് ചിക്കൻ വേണം, ബിരിയാണി വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ രണ്ട് കളിപ്പിച്ച് അങ്ങ് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് കുക്കറിലൊന്നും ബിരിയാണി വെച്ചിട്ടില്ല, കുക്കറിലേ ഞാൻ ബിരിയാണി വെച്ചിട്ടില്ല, ആദ്യമായിട്ട് വെക്കുന്നതാണ്. ഫ്ലോപ്പാവോ എന്താവുമോ ഒന്നൊന്നും അറിയാതെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒക്കെ ചിക്കൻ വാങ്ങിച്ച് തന്നിട്ടാണ് പോയത്. അപ്പോൾ പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു, പകുതി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്താണ് കറി വേറെയും ചോറ് വേറെ ആയിട്ട് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം ബിരിയാണി എങ്ങാണ്ട് ഫ്ലോപ്പായാലും നമുക്ക് കറി കൂട്ടി വേറെ എന്തെങ്കിലും കഴിക്കാമല്ലോ. അങ്ങനെ അതിനുള്ള പരിപാടികൾ അവിടെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഒന്നിൽ ബിരിയാണിയുടെ സംഭവവും ഒന്നിൽ കറിയുടെ സംഭവം, അങ്ങനെ രണ്ടടുപ്പിലായിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ഇസു ആണെങ്കിൽ അംഗൻവാടിയിൽ പോവാതെ കള്ളൊടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, വെന്തോ ചിക്കനായോ എന്നൊക്കെ ഒന്ന് ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം കറി എന്താണ് ഏകദേശം സെറ്റായി. ഇടയ്ക്ക് ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഉപ്പില്ലായിരുന്നു, പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ ചോറ് അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് അവസാനം എന്താ വീടൊക്കെ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഫുള്ളല്ല, അടുക്കള മാത്രം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ബാക്കി ഞാൻ തൂത്തുവാരണയൊക്കെ രാവിലെ കഴിഞ്ഞു, അതുകൊണ്ട് അതൊന്നുമില്ല. പിന്നെ അടുക്കള ഒന്ന് സെറ്റ് ചെയ്തിട്ടാൽ ഈ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കണമെന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയി, ക്യാമറ ഓഫ് ചെയ്യാൻ വന്നതാണ്, പക്ഷേ ഞാൻ അവിടെ വേറെ എന്തൊക്കെയോ ഓഫ് ചെയ്തിട്ട് പോയി. അവസാനം എന്താ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഗീസ്. ഇതാണ് നെച്ചോറ്. ബിരിയാണി എന്താണ് നമ്മൾ ബിരിയാണി തന്നെ, നെച്ചോറെന്നൊന്നും പറയത്തില്ല കേട്ടോ, ബിരിയാണി എന്നാണ് പറയുന്നത്. ഇത് രണ്ട് വേറെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എന്താ ചോറ് റെഡി ആയിട്ടുണ്ട്, പക്ഷേ ഫ്ലോപ്പ് ആയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറി വേറെ ആക്കിയിട്ടുണ്ട്, കറിയും ആയി, പപ്പടം, പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ. അങ്ങനെ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് എന്താണ് ഞാൻ കുക്കറിൽ വെച്ച ബിരിയാണി ഫ്ലോപ്പ് ആയില്ല ഗീസ്, വിജയിച്ചിരിക്കുന്നു. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് വെച്ച് സ്വന്തമായിട്ട് പുകഴ്ത്തണമല്ല കേട്ടോ, പക്ഷേ അടിപൊളിയായിരുന്നു.